നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ ഹയർ ചെയ്യാൻ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് മിക്ക ഫ്രഷേഴ്സിൻ്റെ റെസ്യൂമേ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 1 to 2 years എക്സ്പീരിയൻസ് ഉള്ള എക്സിക്യൂട്ടീവ്സിൻ്റെയും നമ്മൾ മിക്കതും റിജക്റ്റ് ചെയ്യുള്ളൂ? അതിൻ്റെ കാരണം എന്തുവാ? ഇൻഡിലോ എവിടെയെങ്കിലും ഓപ്പണിംഗ് ഇടുവാണെങ്കിൽ നമുക്കൊരു 60-70 റെസ്യൂമേസ് കിട്ടും. കണ്ടുവരുന്നൊരു കാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം എല്ലാ റെസ്യൂമേസും സെയിം ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന റെസ്യൂമേ എപ്പോഴും ഞാൻ നോക്കുന്നത് വെച്ചാൽ ലൈക്ക് അപ്പം എക്സ്ട്രാ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ വേറെ ഡോക്യുമെന്റ്സ് ഒരു എക്സ്ട്രാ റെസ്യൂമേൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് നമ്മൾ ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടാസ്ക് കൊടുക്കും. ആ ടാസ്ക് കൂടെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരാളെ എടുക്കുന്നത്. പക്ഷേ ഇപ്പം കണ്ടുവരുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന ജേഡിക്ക് അനുസരിച്ചിട്ടുള്ള ചിലപ്പം അതുപോലത്തെ ആൾക്കാരെ കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ ടാസ്ക് ആണെങ്കിലും അവർ അത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് അങ്ങനെ കുറച്ച് ആൾക്കാർ അധികം ചെയ്യാറില്ല. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബ്ലൂ ക്യാമ്പസിൻ്റെ അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ആയ സ്റ്റുഡൻസ് കാണും, അവർക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കാറുണ്ട്. പിന്നെ അല്ലാതെ ലൈക്ക് ലിങ്ക്ഡിൻ വഴി വരുന്ന ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാറുണ്ട്. അപ്പം ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ SEOയിൽ ഇപ്പം ഞങ്ങൾക്കൊരു ഫ്രഷറിൻ്റെ അല്ലെങ്കിൽ ഒരു 1 year എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ഉള്ള ഒരാളെ വേണമായിരുന്നു. അപ്പം നമ്മളൊരു 1 to 2 years എക്സ്പീരിയൻസ് ഉള്ള ആളെയും പിന്നെ നമ്മുടെ ബ്ലൂ ക്യാമ്പസിൽ ഒരു സ്റ്റുഡൻറ്റിനും ടാസ്ക് കൊടുത്തായിരുന്നു. അപ്പം അതിൽ കണ്ടുവന്നെന്ന് വെച്ചാൽ ഇപ്പം ബ്ലൂ ക്യാമ്പസിൽ പഠിച്ചു വന്ന സ്റ്റുഡൻറ്റ് നമുക്ക് വേണ്ട രീതിയിലാണ് ടാസ്ക് പ്രസൻറ്റേഷൻ ചെയ്തത്. ഒരു 50 pages പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തായാലും ആ സ്റ്റുഡൻറ്റ് ആ ടാസ്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന നമ്മുടെ തന്നെ മെൻറ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ തിയറിറ്റിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി ആണെങ്കിലും ഈ സ്റ്റുഡൻസിന് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബ്ലൂ ക്യാമ്പസിൽ ലൈക്ക് പഠിച്ചിറങ്ങി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് നമ്മളിപ്പം ബ്ലൂ സ്റ്റേക്കിൽ ഹയർ ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്തത്.